ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇന്നിപ്പോൾ മീഡിയയിലൊക്കെയും അല്ലെങ്കിൽ ടി വിയിലും സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് പെൺകുട്ടികളുടെ ആത്മഹത്യയെ പറ്റി. അതായത് കല്യാണം കഴിച്ച് എത്രയോ മോഹങ്ങളായിട്ട് ചെന്ന് കയറുന്ന വീടായിരിക്കും അവർക്കത് പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും അവരനുഭവിക്കേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന മരണങ്ങളും, അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാരണം. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാനത് കേൾക്കുമ്പോൾ, ഒരു ഭാര്യ എന്നുള്ള രീതിയിലും ഒരു അമ്മ എന്നുള്ള രീതിയിലും നമ്മളിപ്പോഴുള്ളവർ കേൾക്കുമ്പോൾ നമുക്കതൊട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വളർത്തി വലുതാക്കി അവരുടെ കുടുംബത്തിൽ അവരുടെ അച്ഛനും അമ്മയും എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് ആ കുട്ടിക്ക് ഒരു വേദന പോലും അറിയിപ്പിക്കാതെ കെട്ടിച്ച് വിട്ട് കൊടുക്കുമ്പോൾ അവരെക്കാളും അവരിൽ കഴിയാത്തവരും കഴിയുന്നവരും ഉണ്ട്. അങ്ങനെ വലിയ സ്വത്തുക്കളില്ലാത്തവർ പോലും കടം വാങ്ങിച്ചും കല്യാണം നടത്തി ഇതുപോലെ സ്വർണവും സ്ത്രീധനങ്ങളുമായിട്ട് ഓരോ വീട്ടിൽ ചെന്ന് കയറുന്ന കുട്ടികൾക്ക് ഈ വക അനുഭവങ്ങൾ ഉണ്ടായി അവരുടെ ഇങ്ങനത്തെ ചേതനയറ്റ ശരീരം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ. കാരണം കുട്ടികൾക്ക് ഇനിയുള്ള ഭാവിയിൽ സ്ത്രീധനമാണോ പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്? സ്ത്രീധനം ഒരു ധനമെന്ന് പറയും എല്ലാവരും. പക്ഷെ അത് ശരിക്കും നമ്മൾ അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും അത് ചിലപ്പോഴൊക്കെ അവരെ തിരിച്ചടിക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ കെട്ടിച്ചു വിടുന്നതിന് മുമ്പേ അത് അവർക്കൊരു എഡ്യൂക്കേഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതി, അതായത് എത്രത്തോളം അവരെ പഠിപ്പിക്കാം, എത്രത്തോളം അവർക്ക് വിദ്യ കൊടുത്ത് അവരെ എല്ലാവരും വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും. അപ്പോൾ ചിലവരൊക്കെ ഇത്രയും പഠിച്ചിട്ടും ചിലപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് പോകാറുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് അതിനുശേഷം നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്നുള്ള സപ്പോർട്ട് കിട്ടാതെ വരുന്നു. പക്ഷെ അത് ഇപ്പോൾ അതൊക്കെ മാറി വരേണ്ട സമയമായിരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മൾക്കിപ്പോൾ കുട്ടികളെ നമ്മൾ കല്യാണം കഴിച്ച് വിടുന്നതിന് മുമ്പ് അവരുടേതായിട്ടുള്ള ലൈഫ് അവർക്കും ഉണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇന്ന് ഇത്രയും പ്രായം കഴിയുമ്പോൾ അവരെ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ആദ്യം ടെൻഷനും ഒക്കെയാണ്. അതിപ്പോൾ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ എത്രത്തോളം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ പഠിപ്പിക്കുക, അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, ഫിനാൻഷ്യലി എഡ്യൂക്കേഷന് എല്ലാ തരത്തിലും അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക. അവർക്ക് എപ്പോഴും ഉണ്ടാകും, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മളുണ്ടാകും എന്നുള്ള ഉറപ്പ് കൊടുക്കുക. ആരോടും പറയാൻ പറ്റാതെ, അച്ഛനമ്മമാരെ വേദനിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് പലരും പല സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കുന്നത്. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ അച്ഛനമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കും, മെൻ്റലി സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർക്കതൊരു വലിയൊരു തുണയാണ്. അതെല്ലാവരും ഇനി തൊട്ട് എങ്കിലും ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ പറയുമ്പോൾ ശരി നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ, അതുപോലെ അവർ ഫേസ് ചെയ്യാൻ അവരുടെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ഒരു ഉണ്ടെന്നുള്ളൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. അതുപോലെ കൂടുതലും എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ എല്ലാം കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആക്കുക. അതായത് കല്യാണം കഴിഞ്ഞാൽ ആരും ആശ്രയിക്കാതെ അവർ ജോലിക്ക് പോകാനായിട്ടും, അതുപോലെ അവരെന്ത് ജോലി ചെയ്തും അവർ ഈക്വലി ഒരു കുടുംബം ഇപ്പോൾ കൊണ്ടുപോകാനായിട്ടൊരു അമ്മയും അച്ഛനോ ആയാലും കുട്ടികളെ വളർത്തുന്നതും ഒക്കെ അമ്മയ്ക്കും അച്ഛനും തുല്യമായ ഒരിതുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞായാലും അവർ ഭാര്യയും ഭർത്താവും എന്നുള്ള രീതിയിലും പരസ്പരം അങ്ങനെ ഒരു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കാം. അങ്ങനെയുള്ളൊരു ഫാമിലി കിട്ടാമെന്ന് പറഞ്ഞാൽ വളരെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യം ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു അച്ഛനമ്മ എന്നുള്ള രീതിയിൽ കല്യാണം കഴിയുന്നതിന് മുമ്പേ തന്നെ കുട്ടികളെ പറഞ്ഞ് ഇത് ബോധ്യപ്പെടുത്തുക. അവർക്ക് വേണ്ട, അതായത് നമ്മളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കുക. എന്ത് പ്രശ്നം വന്നാലും അച്ഛനമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അച്ഛനമ്മമാർ
അച്ഛനമ്മമാർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാകുമ്പോൾ അവർ എന്ത് ചെയ്യുന്നതിന് മുമ്പേയും നമ്മുടെ മുഖം ആലോചിക്കും. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ അച്ഛനമ്മ എൻ്റെ കൂടെ കാണും, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ സഹോദരി എൻ്റെ കൂടെ കാണും എന്നുള്ള ഒരു ഇത് അവർക്കുണ്ടാകും. എല്ലാ രീതിയിലും ആ മെൻ്റൽ സപ്പോർട്ട് എല്ലാ രീതിയിലും കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. എന്താ പറയുക, സ്ത്രീധനം കൊടുക്കുന്നതിന് എതിരെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മൾ കൊടുക്കുന്ന ധനം ആ കുട്ടിക്ക് പ്രയോജനമായി വന്നില്ലെങ്കിൽ പിന്നെ അത് അവൾക്ക് ദോഷമായി തീർന്നാൽ പിന്നെ അത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തും ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടത് അവൾക്ക് ആ എന്താ പറയുക, മാനസികമായും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കാം. നല്ലൊരു കുടുംബ ജീവിതം കിട്ടുന്ന കുട്ടികളെല്ലാം ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി കാണുന്ന ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഭയങ്കരമായ സങ്കടം ഉണ്ടാകുന്നത് ഒന്നും എത്താത്ത പ്രായത്തിൽ അവർ പൊലിഞ്ഞു പോകുന്നു, വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കട്ടെ. കൂടുതലായിട്ടും രക്ഷകർത്താക്കൾ അതിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രശ്നം അവർക്കുണ്ടായാലും അവരുടെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ ആ ഉറപ്പ് എപ്പോഴും ആ കുട്ടികളുടെ കൂടെ ഉണ്ടാകണം. നിങ്ങളൊരു മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ഇതൊന്നും നമ്മൾക്ക് കാണേണ്ടി വരില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നീങ്ങി വന്നാൽ ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ നിനക്ക് ഇതേപോലെ നമ്മൾ ഇത്രയും പഠിപ്പും വിവരമുള്ള കുട്ടികളാണല്ലോ, അവർക്കും മുന്നോട്ട് ഒരു ജീവിതം തന്നെ ഉണ്ട്. അവർ തന്നെ ഒരു ജോലി ചെയ്ത് അവർക്ക് തന്നെ മുന്നോട്ട് ജീവിതം ജീവിക്കാനുള്ള ഒരിതുണ്ട്. പരസ്പരം വിശ്വാസമില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ജീവിതത്തിൽ പിന്നെ അത് മുന്നോട്ട് പോയിട്ട് കാര്യവുമില്ല. ജീവിത പങ്കാളിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും കിട്ടാതെ വരുമ്പോൾ, നെഗറ്റീവായിട്ട് വരുമ്പോൾ, ആ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയും ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേയും നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് ആലോചിക്കുക. അതുപോലെ അച്ഛനമ്മമാരും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. ഒരു പരിധിവരെ ഇതെല്ലാം ചെയ്താൽ ഈ മരണങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. നന്ദി, നമസ്കാരം.